Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ഫിസിക്സ് സെഷനിലേക്ക് സ്വാഗതം. ഈ ക്ലാസിക് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുൻപ് ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പാർട്ട് എയിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വളരെ ട്രിക്കി ആയ ഒരു കോൺസെപ്റ്റ് ആണ്. 3 ബൾബുകൾ കണക്ട് ചെയ്യുമ്പോൾ അവയിലൂടെ ഒഴുകുന്ന ഇലക്ട്രിക് കറന്റും അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആയിരിക്കുമോ അതോ ഡിഫറന്റ് ആയിരിക്കുമോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിനായി 4 കേസുകൾ തന്നിട്ടുണ്ട്. കേസ് എയിൽ ഒരേ വാട്ടേജ് ഉള്ള 3 ബൾബ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നു. കേസ് ബിയിൽ അതേ ബൾബുകൾ തന്നെ പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടെത്തണം. ഇനി കേസ് സിയിൽ ഡിഫറന്റ് വാട്ടേജ് ഉള്ള 3 ബൾബ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യണം. ആൻഡ് ഫൈനലി കേസ് ഡിയിൽ ആ ഡിഫറന്റ് വാട്ടേജ് ഉള്ള ബൾബ്സ് പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോഴുള്ള കറന്റും വോൾട്ടേജും നമ്മൾ പറയണം. നമുക്ക് പാർട്ട് എയുടെ ആൻസറിലേക്ക് കടക്കാം. ഉത്തരം ഓംസ് ലോയെയും സർക്യൂട്ടിനെയും ഡിപെൻഡ് ചെയ്തിരിക്കും. സെയിം വാട്ടേജ് ഉള്ള ബൾബ് സീരീസ് ആയി കണക്ട് ചെയ്താൽ കറന്റ് എപ്പോഴും സെയിം ആയിരിക്കും. റെസിസ്റ്റൻസ് തുല്യമായതിനാൽ വോൾട്ടേജും കൃത്യമായി സെയിം ആയിരിക്കും. അതായത് കറന്റ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആണ്. സെയിം വാട്ടേജ് ഉള്ളവ പാരലൽ ആയി കണക്ട് ചെയ്താൽ അവ സെയിം കറന്റ് ആയിരിക്കും ഡ്രോ ചെയ്യുക. കൂടാതെ പൊട്ടൻഷ്യൽ ഡിഫറൻസും എപ്പോഴും സെയിം ആയിരിക്കും. അതായത് കറന്റ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആണ്. ഇനി ഡിഫറന്റ് വാട്ടേജ് സീരീസ് ആയി കണക്ട് ചെയ്താൽ കറന്റ് സെയിം ആയിരിക്കും. പക്ഷേ റെസിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് വോൾട്ടേജ് ഡിഫറന്റ് ആകും. അതായത് കറന്റ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറന്റ് ആണ്. ലാസ്റ്റ് വൺ ഡിഫറന്റ് വാട്ടേജ് പാരലൽ ആയി കണക്ട് ചെയ്താൽ കറന്റ് ഡിഫറന്റ് ആയിരിക്കും. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതായത് കറന്റ് ഡിഫറന്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഇനി സബ് ക്വസ്റ്റ്യൻ 2 ശ്രദ്ധിക്കൂ. 24 ഓം ഉള്ള 2 റെസിസ്റ്ററുകളും 6 വോൾട്ട് ബാറ്ററിയും തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് മിനിമം റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴും മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴും കൺസ്യൂം ചെയ്യുന്ന പവർ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവ തമ്മിലുള്ള പവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സബ് ക്വസ്റ്റ്യൻ 2 പവർ കാണാൻ P = V²/R അല്ലെങ്കിൽ P = I²R എന്നീ ഫോർമുലാസ് യൂസ് ചെയ്യാം. സീരീസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യണം, പാരലൽ ആണെങ്കിൽ റെസിപ്രോക്കൽ ആഡ് ചെയ്യണം. മിനിമം റെസിസ്റ്റൻസ് കിട്ടാൻ അവ പാരലൽ ആയി കണക്ട് ചെയ്യണം. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം റെസിസ്റ്റൻസ് ഈക്വൽസ് 24 × 24/24 + 24. അതായത് 12 ഓം എന്ന് കിട്ടും. ഇനി കറന്റ് I = V/R. അതായത് 6/12. ഗിവ്സ് 0.5 ആംപിയർ. അതുകൊണ്ട് മിനിമം പവർ P = I²R. അതായത് 0.5 സ്ക്വയർ × 12 ഈക്വൽസ് 3 വാട്ട് എന്ന് കിട്ടും. ഇനി മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാൻ അവ സീരീസ് ആയി കണക്ട് ചെയ്യണം. മാക്സിമം റെസിസ്റ്റൻസ് R = 24 ഉം 24 ഉം ആഡ് ചെയ്യുമ്പോൾ 48 ഓം എന്ന് കിട്ടും. കറന്റ് I = V/R. അതായത് 6/48. ഗിവ്സ് 0.125 ആംപിയർ. സോ മാക്സിമം പവർ ഈക്വൽസ് I²R. അതായത് 0.125 സ്ക്വയർ × 48. ഗിവ്സ് 0.75 വാട്ട്. ഇനി ഇവ തമ്മിലുള്ള പവർ റേഷ്യോ 3:0.75.
ഇത് സിംപ്ലിഫൈ ചെയ്താൽ പെർഫെക്റ്റ് ആയി 4:1 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആയ പാർട്ട് ബി ചൂസ് ചെയ്യാം. ഇതിൽ 2 വോട്ട് ഉള്ള 6 സെല്ലുകൾ, പിന്നെ 6, 12, 18 ഓം റെസിസ്റ്ററുകൾ എന്നിവ സീരീസ് ആയി കണക്ട് ചെയ്ത ഒരു സർക്യൂട്ട് ഡയഗ്രം ആദ്യം വരയ്ക്കണം. ഈ സർക്യൂട്ട് വെച്ച് 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ്, സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ടോട്ടൽ ഇലക്ട്രിക് കറന്റ്. സെക്കൻഡ്, ആ 18 ഓം റെസിസ്റ്ററിൽ മാത്രം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് ഡ്രോപ്പ്. തേർഡ്, ആ 18 ഓം റെസിസ്റ്റർ മാത്രം കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് പവർ എന്നിവ കാണാം. നമുക്കിത് സോൾവ് ചെയ്യാം. ഇതാണ് 6 സെല്ലുള്ള ബാറ്ററി, പ്ലഗ്, പിന്നെ 3 റെസിസ്റ്ററുകൾ ഉള്ള സീരീസ് സർക്യൂട്ട് ഡയഗ്രം. ഫസ്റ്റ്, ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. R ഈക്വൽസ് R1 പ്ലസ് R2 പ്ലസ് R3. അതായത് 6 പ്ലസ് 12 പ്ലസ് 18 gives exactly 36 ഓം. ടോട്ടൽ വോൾട്ടേജ് V എന്നത് 2 വോട്ട് ഉള്ള 6 സെല്ലുകൾ ചേർന്നതാണ്. അതായത് 12 വോട്ട്. ഓംസ് ലോ യൂസ് ചെയ്യുമ്പോൾ സർക്യൂട്ട് കറന്റ് I ഈക്വൽസ് V/R. അതായത് 12/36. സിംപ്ലിഫൈ ചെയ്താൽ 0.33 ആംപിയർ എന്ന് കിട്ടും. അടുത്തത് 18 ഓം റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. V18 ഈക്വൽസ് കറന്റ് ഇൻറ്റു 18. അതായത് 0.33 ഇൻറ്റു 18 gives exactly 5.94 വോട്ട്. ലാസ്റ്റ് വൺ, ആ 18 ഓം റെസിസ്റ്ററിലെ പവർ. പവർ ഈക്വൽസ് I സ്ക്വയർ ഇൻറ്റു R. അതായത് 0.33 സ്ക്വയർ ഇൻറ്റു 18 gives 1.96 വാട്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയി നമ്മളിത് സോൾവ് ചെയ്തു. നന്നായി പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഹാപ്പി ലേണിംഗ്.